ഓക്കെ. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. കക്ഷികൾക്കിടയിൽ അതൃപ്തി, ഇന്ത്യ മുന്നണി ഉലയുന്നു. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുന്നതിൽ നിന്ന് BJPയെ തടയാൻ കഴിയാതിരുന്നതും തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്ലച്ച് പിടിക്കാത്തതും ഇന്ത്യ മുന്നണിയിൽ അതൃപ്തി വർദ്ധിപ്പിക്കുന്നു. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുന്നതിൽ നിന്നും BJPയെ തടയാൻ കഴിയാത്തതും അതുപോലെ തന്നെ തുടർന്ന് തിരഞ്ഞെടുപ്പുകളിലൊന്നും ക്ലച്ച് പിടിക്കാതെ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. മുന്നണിയിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിൻ്റെ വല്യേടൻ മനോഭാവത്തിൽ അതൃപ്തി തൃണമൂൽ കോൺഗ്രസ്, CPI, ആം ആദ്മി പാർട്ടി പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സീറ്റ് പങ്കിടാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് മുന്നണിയുടെ ഉദ്ദേശശുദ്ധിയെ തുരങ്കം വയ്ക്കുന്നതാണെന്ന് CPI ചൂണ്ടിക്കാട്ടുന്നു. മുന്നണിക്കുള്ളിൽ അർഹമായ ബഹുമാനവും പ്രാതിനിധ്യവും ലഭിക്കുന്നില്ലെന്ന് ദേശീയ കൗൺസിൽ പ്രമേയം പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP RSS വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ വലിയ പാർട്ടികൾക്ക് മാത്രമാണ് സീറ്റുകൾ ലഭിക്കുന്നത്. അപ്പം BJP RSS വിരുദ്ധ നിലപാടുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പുകളിൽ വലിയ പാർട്ടികൾക്ക് മാത്രമേ സീറ്റ് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ CPIയും ഇടത് പാർട്ടികളെയും ഒതുക്കി ജയം ഉറപ്പിക്കാനായിരുന്നു ഹരിയാനയിലടക്കം ഇത് തിരിച്ചടിയായെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം കടുപ്പിച്ചിരുന്ന തൃണമൂൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും സീറ്റ് ചർച്ചകളിൽ മറ്റ് ഇന്ത്യ മുന്നണി പാർട്ടികളെയും അവഗണിച്ചതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അതായത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തമ്മിലും അവരുടെ അതൃപ്തി കൂടുതലാണ്. അപ്പോൾ BJPയെ അധികാരത്തിൽ നിന്ന് തടയാനും കഴിഞ്ഞില്ല. അതുമാത്രമല്ല പാർട്ടി കൂടുതലും ഇപ്പോൾ ഹരിയാനയിലാണെങ്കിലും കോൺഗ്രസ്സിന് വലിയ തോൽവിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത്തരത്തിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലും അതൃപ്തി കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്.